ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിപ്പോൾ ഇന്നലെ ഈവനിങ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. മാമയുടെ വീട്ടിൽ പോകാൻ നേരത്തെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ധൃതി പിടിച്ചാണ് കേട്ടോ റെഡി ആവുന്നത്. കാരണം 4 മണിക്ക് ട്യൂഷൻ വെച്ചിട്ട് 4:50 ആയപ്പോഴേക്കും കുട്ടികളെ ഞാൻ വിട്ടായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് വേഗം റെഡി ആവുന്നതാണ് കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫേസിൽ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺസ്ക്രീൻ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹൈലൈറ്ററും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ഫേസിൽ ചെയ്തേക്കുന്നത്. ഓവറായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. സൺസ്ക്രീനാണ് മെയിനായിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. പുതിയ പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വീഡിയോസ് അടുത്ത് തന്നെ ഇടാം കേട്ടോ. പിന്നെ ലിപ് ബാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റായിട്ട് മാത്രമേ ഇടുന്നുള്ളൂ. ഇസഡമിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. അതുകൊണ്ട് ഭയങ്കരമായിട്ടൊന്നും എഴുതിയിട്ടില്ല, ലൈറ്റായിട്ട് എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് ബ്ലഷായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണ് എഴുതിയേക്കുന്നത് മിററിൽ നോക്കിയിട്ടാണ്. എനിക്ക് ക്യാമറയിൽ നോക്കി കണ്ണ് എഴുതി കഴിഞ്ഞാൽ മൊത്തം കുളമായിപ്പോവും. അതുകൊണ്ട് അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ണ് എഴുതി ജസ്റ്റ് ഒന്ന് മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഹെവി മേക്കപ്പ് ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഒരുങ്ങിയേക്കുന്നത്. അപ്പം ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പെരുമ്പാവൂരാണ് മാമയുടെ വീട്. ഇവിടെ നിന്ന് കാറിനാണെങ്കിൽ തന്നെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ ഞാനും ഉമ്മച്ചിയും അനിയനും ആഹിലും ആലിമും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. ഹസ്ബൻഡ് കുറച്ച് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പോണ വഴിക്ക് നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴ ഇപ്പം തന്നെ പെയ്യുമെന്നുള്ള രീതിയിലാണ് കേട്ടോ. പനീൻ്റെ വൈഫ് കൂടിയുണ്ട്. അവൾ പെരുമ്പാവൂർ തന്നെയാണ് അവളുടെ വീട്. അപ്പം അവിടെ ചെന്നതിന് ശേഷമാണ് കേട്ടോ അവളെ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് പെരുമ്പാവൂർ തന്നെ ഞങ്ങളുടെ വേറൊരു ബന്ധുവിൻ്റെ ഒരു വീടും കൂടിയുണ്ട് കേട്ടോ. അവിടെയും കൂടി കയറാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കയറിയിട്ടാണ് ഞങ്ങളിത് ആ മാമയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് മാമയുടെ വീട് കേട്ടോ. അപ്പോൾ ഞങ്ങളാണ് ആദ്യം എത്തിയേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഇതാ വന്നിരുന്ന് എല്ലാവരെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മാമയുടെ വീട്. അപ്പോൾ എല്ലാവരും വന്നു കേട്ടോ. എല്ലാവരും വന്ന് കുറേ നേരത്തിന് ശേഷം ഉണ്ടോ ഫുഡ് എടുക്കുന്നത്. ഏകദേശം ഒരു 9-9:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസ് എനിക്കൊന്ന് ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. എല്ലാവരും വർത്തമാനത്തിലായിപ്പോയി. കുറേ നാൾക്ക് ശേഷമാണല്ലോ എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോയുടെ കാര്യമൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. എനിക്ക് ബാക്ക് പെയിൻ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കാറിലിരുന്നപ്പോൾ അത്യാവശ്യം പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പെയിൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി മീറ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. നമ്മൾ വല്ലപ്പോഴൊക്കെ ഇതേപോലെ ഒന്ന് മീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും എപ്പോഴാണല്ലോ കാണുന്നത്. മുമ്പത്തെ പോലെ നമ്മൾ എപ്പോഴും കാണാനുള്ള അവസരമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. ആരുടെയെങ്കിലും കല്യാണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് നമ്മളിപ്പോൾ കാണുന്നത് തന്നെ. അപ്പോൾ ഇതാണ് കേട്ടോ മാമയുടെ വീട്. കിച്ചണാണ് ഇത്. സെപ്പറേറ്റ് പുറത്തേക്ക് എടുത്തിരിക്കുന്ന ഒരു കിച്ചണാണ് കേട്ടോ. വർക്ക് ഏരിയ ആണ്. നല്ല വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓടിക്കളിക്കാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ട്. പിന്നെ പുറത്ത് കിണറുണ്ടായിരുന്നു കേട്ടോ. കിണറൊക്കെ ഇതേപോലെ തന്നെ എന്താ പറയുക, കവർ ചെയ്ത് അകത്തേക്ക് ആക്കി എടുത്തിട്ടോ. അപ്പോൾ എല്ലാം കൊണ്ട് നല്ല സൗകര്യമുണ്ട്. ഇപ്പോൾ കിച്ചൺ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തത്, ബീഫ് കറി വെച്ചതുണ്ട്. പിന്നെ അതേപോലെ ചിക്കൻ ഇപ്പുറത്ത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടേബിളിൽ ഫുഡൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ജെൻസ് അവരാണ് കേട്ടോ ആദ്യം ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഞങ്ങൾ അകത്ത് കിച്ചണിൽ വെച്ച്, അതായത് വർക്ക് ഏരിയയിലെ കിച്ചണിൽ വെച്ച് തന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഫ്രീ ആയല്ലോ, നമുക്ക് മനസ്സമാധാനത്തിലിരുന്ന് കഴിക്കാം. അങ്ങനെ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം ഞങ്ങളും കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് ഐറ്റംസ് നെയ്ച്ചോറ്, ചിക്കൻ ഫ്രൈ, ബീഫ് കറി, പിന്നെ പത്തിരി, പൊറോട്ട, ചപ്പാത്തി, മെയിനായിട്ട് ഇതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ നെയ്ച്ചോറും കുറച്ച് കറികളൊക്കെ എടുത്താണ് കേട്ടോ ആദ്യം കഴിച്ചത്. അതിന് ശേഷം ഒരു പൊറോട്ടയും കൂടി എടുത്ത് കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളിങ്ങനെ വർത്തമാനം പറയാനിരുന്നു കേട്ടോ. ഇതെൻ്റെ രണ്ടാമത്തെ മാമയുടെ മകളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എന്താ പറയുക, എല്ലാവരും കൂടി ഭയങ്കര വർത്തമാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുട്ടികളെല്ലാവരും എവിടെയാണെന്ന് പോലും അറിയില്ല കേട്ടോ. എല്ലാവരും എവിടെയൊക്കെ ഉണ്ട്, ഈ കൊമോഡിൽ തന്നെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് നേരം ഞങ്ങളങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ. സമയം പോയത് അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മായി ചായ കൊണ്ടുത്തന്നു കേട്ടോ. കട്ടൻ ചായ കൊണ്ടുത്തന്ന്. കുറേ നേരം ആയാലും വർത്താനം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായയൊക്കെ കുടിച്ച് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു.
അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും പോകാനുള്ളൊരു തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം 10:45 11 മണി ആകാനായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇതാണ് കേട്ടോ മാമ. പിങ്ക് ഷർട്ട് ഇട്ടതാണ് മാമ. അമ്മായി ഇതാ ഒരു ഗ്രീൻ കളറിലെ ചുരിദാർ ഇട്ടതാണ് കേട്ടോ അമ്മായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും അറിയാണ്ട് 2 പേര് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഒന്ന് ആഹിലാണ് കേട്ടോ അപ്പുറത്ത് കിടക്കുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങി തുടങ്ങി. എല്ലാവരും വിളി തുടങ്ങിയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട്. കാരണം ഒരാൾ ഇറങ്ങിയാൽ അടുത്ത ആൾ ഇറങ്ങുള്ളൂ. ഏകദേശം 11:30 മണി കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് എൻ്റെ തയ്യാറെടുത്തപ്പോൾ. അപ്പോൾ ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ. ഒരാൾ ഇറങ്ങിയാൽ അടുത്ത ആൾ ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇതേപോലെ വിളിക്കാൻ വേണ്ടി അകത്തേക്ക് വന്നിട്ട് പിന്നെ വർത്തമാനം പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കും. വല്ലപ്പോഴാണല്ലോ കാണുന്നത് തന്നെ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടി നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. കുറേ അധികം സംസാരിച്ചു. കസിൻസിനെയൊക്കെ കണ്ടു. അപ്പോൾ ഹാപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവരും അപ്പോൾ ഓരോരുത്തരായിട്ട് പോവുകയാണ്. ഞങ്ങളും പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയ ഒരു സമയമെന്ന് പറയുന്നത് 12:15 കഴിഞ്ഞു കേട്ടോ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഞങ്ങളൊരു സന്തോഷമാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.